കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 32. രചന ശാലിനി എ. ഞാൻ പറഞ്ഞു തരാൻ എൻ്റെ പേര് എന്താണെന്ന് പറയട്ടെ. ആ, ആകാശ് എന്ന് ഞങ്ങൾ വിളിക്കും. ശരിക്കും എൻ്റെ പേര് അഗ്നിദേവ്. അഗ്നിദേവ്? അവൻ ആ പേര് മനസ്സിൽ ഉരുവിട്ടു. അത് ഒഫീഷ്യൽ നെയിമാണ്. വീട്ടുകാരും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും വിളിക്കുന്നത് ആകാശ് എന്നാണ്. ഈ പേരുകൾ നിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും സ്പാർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് പറയുമ്പോൾ അവൻ്റെ മിഴികൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. ഇനി തുടർന്ന് വായിക്കുക. കാളിദാസനെയും ബാലുവിനെയും ആകാശിൻ്റെ അരികിൽ സംസാരിക്കാൻ വിട്ടിട്ട് മറ്റു 3 പേരും പുറത്തേക്ക് ഇറങ്ങി. കാളിദാസ് അവൻ്റെ അരികിൽ ബെഡിലേക്ക് ഇരുന്നു. തൻ്റെ മൊബൈലിലെ ഗാലറി ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും കുറേ ഫോട്ടോസ് എടുത്തു. തൻ്റെ നേർക്ക് നീട്ടിപ്പിടിച്ച മൊബൈൽ കൈനീട്ടി വാങ്ങുമ്പോൾ അവൻ്റെ മിഴികൾ കാളിദാസൻ്റെ മുഖത്ത് തങ്ങി നിന്നു. പിന്നെ അവൻ കാണിച്ചു കൊടുത്ത ഫോട്ടോയിലൂടെ നോക്കുന്നേരം ആകാശ് ബാലുവിനെയും കാളിദാസനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ചെന്നൈയിലായിരുന്നു നമ്മൾ MBA എടുത്തത്. നമ്മൾ 3 പേരുമായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. കാളിദാസ് പറയുന്നത് കേട്ട് നിലത്തേക്ക് നോക്കി ചിന്തിച്ചിരിക്കുന്ന ആകാശ് ഇടയ്ക്കിടെ തല വിലങ്ങനെ ആട്ടുന്നുണ്ട്. തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അവന് വരുന്നില്ലെന്നാണ് ആ ആട്ടലിൻ്റെ അർത്ഥമെന്ന് കാളിദാസിന് മനസ്സിലായി. എൻ്റെ വീട് എവിടെയാണ്? എനിക്ക് ആരൊക്കെയുണ്ട്? ആകാശിൻ്റെ ചോദ്യം 2 പേരുടെയും ഹൃദയത്തെ കീറിമുറിച്ചു. നിൻ്റെ നാട് മലപ്പുറത്താണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു ഏട്ടനും പിന്നെ ഒരു അനിയത്തി എന്ന് പറഞ്ഞാൽ അത് തെറ്റായിത്തീരും. 2 അനിയത്തിമാരുമുണ്ട്. കാളിദാസ് പറയുന്നത് കേട്ട് ബാലു അന്തം വിട്ടിരുന്നു. 2 എവിടെ? 1 ഹൃദയ മാത്രമല്ലേ അനിയത്തിയായിട്ടുള്ളൂ? കാളിദാസ് അവൻ്റെ നേർക്ക് നോക്കി ഒന്ന് ചിരിച്ചു. അല്ല, ഇവർക്ക് 2 അനിയത്തിമാർ ഉണ്ടായിരുന്നു, ഇരട്ടകൾ. എന്തോ കത്തിയെങ്കിലും അതങ്ങോട്ട് തീരെ മനസ്സിലാകാത്തതുപോലെ ബാലു മിഴിച്ചിരുന്നു. 6 മാസമുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ അതിലൊരു കുഞ്ഞു മരിച്ചുപോയി എന്നവർ വിശ്വസിച്ചു. എന്നാൽ ആ കുഞ്ഞു മരിച്ചിട്ടില്ലായിരുന്നു. ജ്വാല, അവളാണ് ആ കുട്ടി. ബാലുവിൻ്റെ ചോദ്യത്തിൽ അവിശ്വസനീയത നിഴലിച്ചു. അതോടെ താൻ അറിഞ്ഞ വിവരങ്ങൾ കാളിദാസ് ബാലുവിനോട് പങ്കുവച്ചു. അപ്പോൾ മാധവിന് മനസ്സിലായിരുന്നു അല്ലേ ജ്വാല പെങ്ങളാണെന്ന്? അതുകൊണ്ടല്ലേ അത് ഉറപ്പിക്കാനായി അവൻ DNA ടെസ്റ്റിന് കൊടുത്തത്? അതേയെന്ന് കാളിദാസ് തലയാട്ടി കാണിച്ചു. ആകാശ്, ഇപ്പോൾ ഞങ്ങൾ പറയുന്ന വാർത്തകൾ എന്തു തന്നെയായാലും അത് ശരിക്കും ഉൾക്കൊള്ളാൻ നിൻ്റെ മനസ്സിന് കഴിയില്ല. നിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ അന്ന് നിനക്ക് മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞ വാർത്ത നിൻ്റെ മനസ്സിൽ തരുന്ന സന്തോഷത്തിൻ്റെ ആഴം എത്രയാണെന്ന്. ഒന്ന് മാത്രം നീ മനസ്സിലാക്കണം. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജ്വാല ഇപ്പോഴത്തെ ആകാശിനെ അറിയുന്ന ജ്വാല. അത് ശരിക്കും നിൻ്റെ സഹോദരിയാണെന്ന് നീ സഹോദരനെന്ന് അവൾക്ക് അറിയില്ല. ഒരു നാൾ പരസ്പരം തിരിച്ചറിയുമ്പോൾ കൊടുക്കാൻ ബാക്കി വെച്ച സ്നേഹമെല്ലാം ഒന്നിച്ച് കൊടുത്തേക്കണം. പുഞ്ചിരിച്ച മുഖത്തോടെ കാളിദാസ് അത് പറയുമ്പോൾ ആകാശ് സമ്മതരൂപേണ തലയാട്ടി കാണിച്ചു. പിന്നെയും അവർ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു. ചെന്നൈയിലെ കോളേജിനെക്കുറിച്ചും അവിടുത്തെ ഹോസ്റ്റലിനെക്കുറിച്ചും ഒഴിവു സമയങ്ങളിലെ ഗെയിമിനെക്കുറിച്ചും. ഓരോ കഥകൾ പറയുമ്പോൾ 2 പേരുടെയും മിഴികൾ ആകാശിനെ വീക്ഷിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അവൻ്റെ മുഖത്ത് തിരിച്ചറിവിൻ്റെ സ്പാർക്ക് വീഴുന്നുണ്ടോ എന്ന്. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ ഹോസ്പിറ്റലിലെ ചികിത്സ മതിയാക്കി കാളിദാസിനെയും ബാലുവിൻ്റെയും കൂടെ അവരുടെ വീട്ടിലേക്ക് പോകാൻ അവൻ സമ്മതിച്ചു. ഡോക്ടറോട് സംസാരിച്ചത് കാളിദാസാണ്. ആദ്യം ഒന്ന് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ പോകാനുള്ള അനുമതി കൊടുത്തു. അവരുടെ കൂടെ വന്നയാൾ അതോടെ തിരിച്ചുപോയി. മടക്കയാത്രയിൽ ആരും പരസ്പരം സംസാരിച്ചില്ല. ആകാശ് സത്യഭാമയോടൊപ്പം ബാക്കിലെ സീറ്റിലാണ് ഇരുന്നത്. ബാക്കിലേക്ക് തലചായ്ച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചിരുന്നു. സത്യഭാമയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിരുന്നു. എല്ലാവരും ഇറങ്ങ്, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. എന്നാൽ കാളിദാസ് അത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഇനിയും ഇവിടെ നിന്ന് സമയം കളയാൻ പറ്റില്ല ഡോക്ടർ, ചെന്നിട്ട് ഒരുപാട് വർക്കുണ്ട്. അതോടെ ഡോക്ടർ അധികം നിർബന്ധിക്കാതെ കാറിൽ നിന്നും ഇറങ്ങി. പിന്നാലെ ബാഗും തൂക്കി ജ്വാലയും. ഡോറടക്കുമ്പോൾ അവൾ 3 പേരെയും ഒന്ന് നോക്കി. പിന്നെ പതിയെ ചിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി. ജ്വാല. പെട്ടെന്നാണ് സൈഡ് ഗ്ലാസ് താഴ്ത്തി കാളിദാസ് വിളിച്ചത്. ഉമ്മറത്തേക്ക് കയറുകയായിരുന്ന സത്യഭാമയും ജ്വാലയും ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കിയത്. നാളത്തെ ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇന്നിവിടെ നിന്നാൽ നാളത്തെ ക്ലാസ്സിന് എങ്ങനെ പോകും? സുധേട്ടൻ വന്നാൽ ഇന്ന് വൈകിട്ട് ടൗണിൽ നിന്നും ബസ് കയറ്റി കൊടുക്കും. അവിടെ വന്നിറങ്ങിയാൽ ഏട്ടൻ വന്ന് കൊണ്ടുപോകുമല്ലോ. എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഞങ്ങൾ അവിടേക്കല്ലേ പോകുന്നത്. വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാം. അത് ശരിയാണല്ലോ. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചതേയില്ല. നാളെ കോളേജിൽ പോകണമെന്ന് നിർബന്ധമാണെങ്കിലും മോളിവരുടെ കൂടെ പൊയ്ക്കോ. അല്ലെങ്കിൽ ഇന്നിവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ കാലത്ത് പോകാം. അല്ല, എനിക്ക് നാളത്തെ ക്ലാസ് മിസ്സാക്കാൻ കഴിയില്ല. ഇന്ന് പോയേ തീരും. എന്നാൽ ജ്വാല അപ്പച്ചിയോട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്ത് എന്തോ ഒരു വിഷാദം തങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. എന്താ മോളെ?
ഒന്നുമില്ല അപ്പച്ചി, ഞാൻ ഇവരുടെ കൂടെ പോകാം, വേഗം വീട്ടിലെത്തുമല്ലോ. അത് പറഞ്ഞ് അപ്പച്ചിയുടെ യാത്ര പറഞ്ഞവൾ വേഗം കാറിലേക്ക് കയറി. ബാക്ക് സീറ്റിൽ ചാരിക്കിടക്കുന്നുണ്ടെങ്കിലും ആകാശിൻ്റെ മിഴികൾ മുഴുവൻ ജ്വാലയിലായിരുന്നു. ഇവൾ തൻ്റെ അനിയത്തിയാണെന്ന്, എന്നാൽ താൻ ഏട്ടനാണെന്ന് അവൾക്കറിയില്ലെന്ന്. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാളിദാസ് പറഞ്ഞതെല്ലാം അവൻ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ശ്രമിച്ചു. എന്നാൽ എത്ര ആലോചിച്ചിട്ടും ഓർമ്മയുടെ ഒരു തരിവട്ടം പോലും തൻ്റെ മനസ്സിൽ കണ്ടെത്താൻ അവനായില്ല. ജ്വാല, നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ബാലു ചോദിച്ചു. അവൾ അവനെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. എന്താണോ തൻ്റെ പ്രശ്നം? ഞങ്ങളുടെ കൂടെ വന്നതാണോ? ബാലു, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്നലെ കാലത്ത് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചതാ. ശരിക്കും ഞാൻ ഈ കാറിൽ തളർന്നു വീഴും. അവളുടെ വാക്കുകൾ കേട്ട് ഡ്രൈവ് ചെയ്യുന്നവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി. ഇന്ന് കാലത്തല്ലേ നീ ഒരു കൊട്ട നിറയെ പഴം കഴിച്ചത്? അതെല്ലാം എവിടെ പോയി? അതെല്ലാം ആവിയായിപ്പോയി, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, ഇവനും ഇന്നലെ കാലത്ത് കഴിച്ചതാണല്ലോ. ഇന്ന് രാവിലെ നീ കഴിച്ച പോലെ പഴമൊന്നും കഴിച്ചതുമില്ല. എന്നിട്ടും അവൻ ഇരിക്കുന്നത് കണ്ടില്ലേ, പയറുമണി പോലെ, ബാലു തമാശ രൂപേണ പറഞ്ഞു. അടുത്തിരുന്ന് വല്ലാണ്ട് ചിരിക്കേണ്ട. വിശപ്പ് വന്നാൽ അനിയനാണെന്നൊന്നും നോക്കില്ല, പിടിച്ചു തിന്നു കളയും. ആര്? ബാലുവിന് ഒന്നും മനസ്സിലായില്ല. ആരാ? കടുവ തന്നെ. അവൾ കടുവ എന്ന് വിളിച്ചതും അവൻ ആശ്ചര്യത്തോടെ കാളിദാസനെ നോക്കി. പരസ്യമായി കടുവ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയോ? ഇതെപ്പോ? വെറും കടുവയല്ല, നരഭോജി കടുവയാ. ഓഹോ, അത്രയ്ക്കായോ എന്ന രീതിയിൽ ബാലു കാളിദാസിനെ ആകെ ഒന്ന് നോക്കി. കൊച്ചിനെ കടിച്ചല്ലടാ തെൻ? ബാലു കാളിദാസിനെ മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. ഒന്ന് ഇളിച്ചു കാട്ടിക്കൊണ്ട് അവൻ അതേന്ന് തലകുലുക്കി. പിന്നെ അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റ് മുന്നിലേക്ക് വണ്ടി കയറ്റി. പറമ്പിൽ കിളക്കുകയായിരുന്നു സത്യനാഥൻ. പെട്ടെന്നാണ് അയാളുടെ ഫോൺ ശബ്ദിച്ചത്. ഈ നേരത്ത് ആരാണിപ്പോൾ എന്ന് ആത്മകഥം ചെയ്തുകൊണ്ട് അയാൾ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. CI ഹരിനന്ദൻ പോറ്റി കോളിംഗ്. ആ പേര് വായിച്ചതും അയാളുടെ ഹൃദയമിടിപ്പ് കൂടി. ഹലോ. ആ സ്വരത്തിൽ നേരിയൊരു വിറയലുണ്ടായിരുന്നു. ഞാൻ CI ആണ്. മനസ്സിലായി സാർ, പറയൂ. എനിക്കൊന്ന് നേരിട്ട് കാണണം. അങ്കിളിന് എവിടെ വരാൻ കഴിയും? സാർ പറഞ്ഞോളൂ, എവിടെയാണെങ്കിലും ഞാൻ വരാം. ബീച്ചിലേക്ക് വരൂ, ഞാനെവിടെയുണ്ട്. ഹരിനന്ദൻ പറഞ്ഞ ബീച്ചിലേക്ക് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അയാൾ വേഗം കയ്യും കാലും കഴുകി അകത്ത് കയറി ഒരു ഷർട്ട് എടുത്തിട്ടു. എവിടേക്കാണെന്ന സുനന്ദയുടെ ചോദ്യത്തിന് അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. 10 മിനിറ്റിനുള്ളിൽ അയാൾ ആ ബീച്ചിലെത്തി. അവിടെ മണലിൽ ആയക്കടലിലേക്ക് നോക്കി അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹരിനന്ദൻ പോറ്റി. അങ്കിൾ, ഇരിക്കൂ. അവൻ തനിക്ക് അരികിലേക്ക് അയാളെ ക്ഷണിച്ചു. കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പിന്നെ മൗനത്തിന് വിരാമിട്ടുകൊണ്ട് ഹരിനന്ദൻ തന്നെ സംസാരിച്ചു തുടങ്ങി. അങ്കിളിൻ്റെ സംശയം ശരിയാണ്. നിങ്ങളുടെ ഒപ്പം ആക്സിഡൻറ്റിൽപ്പെട്ട കാറിൽ 2 ഇരട്ടക്കുട്ടികളായിരുന്നു. അവർ കുട്ടികളെയും കൊണ്ട് ഗുരുവായൂർ ചോറ് കൊടുക്കാൻ പോവുകയായിരുന്നു. അതിനിടയിലാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ശരിക്കും അവരുടെ കാർ മാത്രമേ ആ അപകടത്തിൽ പെടുമായിരുന്നുള്ളൂ. അങ്കിളിൻ്റെ കാർ ഓവർടേക്ക് ചെയ്ത് വന്നതുകൊണ്ടാണ് 2 കാറുകളും ഒരുമിച്ച് അപകടത്തിൽപ്പെടാൻ കാരണം. പഴക്കമുള്ള കാർ ആയതിനാലാണ് ഇടിയുടെ ആഘാതത്തിൽ അങ്കിൾ ഓടിച്ചിരുന്ന കാർ തീപിടിച്ചത്. CI പറയുന്നതിന് മറുപടിയൊന്നും പറയാതെ അയാൾ ആയക്കടലിലേക്ക് നോക്കിയിരുന്നു. അങ്കിൾ, ഞങ്ങൾ ഇത്രയും നാളും വളർത്തിക്കൊണ്ടുവന്നത്? ഉറപ്പിച്ചൊരു ഉത്തരം പറയണമെങ്കിൽ നമുക്ക് DNA ടെസ്റ്റ് നടക്കേണ്ടി വരും. അങ്കിൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള കുട്ടിയും അങ്കിളിൻ്റെ കയ്യിലുള്ള കുട്ടിയും ഒരുപോലെയാണ്. കേസ് ഫയലിൽ അവരുടെ കുട്ടികൾ ഇരട്ടക്കുട്ടികളാണെന്ന് വ്യക്തമായും എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അങ്കിളിൻ്റെ കയ്യിലുള്ളത് അവരുടെ കുട്ടിയാകാൻ ആണ് സാധ്യത. കുറച്ചു നേരത്തേക്ക് അവർക്കിടയിൽ കനത്ത മൗനം തളം കെട്ടി നിന്നു. അയാൾ കടലിൻ്റെ അഗാധതയിൽ നിന്നും മിഴികളെടുത്ത് ഹരിനന്ദൻ്റെ നേർക്ക് നോക്കി. അപ്പോൾ എൻ്റെ മകൾ, അവൾ എവിടെ പോയി? അവരുടെ കൂടെ ഉണ്ടോ, അതോ ആക്സിഡൻറ്റിനിടയിൽ അവളെ കാണാതെ പോയോ? ഓരോ ചോദ്യങ്ങളിലും അയാളുടെ നോവ് പ്രകടമായിരുന്നു. അയാൾ കൊടുക്കാനുള്ള മറുപടി തൻ്റെ പക്കലുണ്ടെങ്കിലും അത് പറയാൻ ഹരിനന്ദൻ്റെ നാവ് ഒന്ന് മടിച്ചു. അവൻ്റെ ആലോചന മുറുകും തോറും അയാളുടെ നെഞ്ച് ദ്രുതഗതിയിൽ മിടിച്ചുകൊണ്ടിരുന്നു. സാർ ഒന്നും പറഞ്ഞില്ല. അങ്കിളിൻ്റെ ചോദ്യത്തിന് തരാനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ മുഴുവനാകാൻ ആവാതെ ഹരിനന്ദനെ നിർത്തിയപ്പോൾ അയാളുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞു. പറഞ്ഞോളൂ, എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് ഞാനിതിന് ഇറങ്ങി പുറപ്പെട്ടത്. മടിക്കേണ്ട. അതോടെ അവനൊന്ന് ദീർഘനിശ്വാസം വിട്ടു.
അങ്കിളിൻ്റെ മകൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ഒരു കരിഞ്ഞ മാംസകഷ്ണം പോലെ അവരുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അവർ കരുതി അത് അവരുടെ കുഞ്ഞാണെന്ന്. 60% പൊള്ളലേറ്റ അവരുടെ കുഞ്ഞിനെ അങ്കിളിനെ കിട്ടിയപ്പോൾ മുഖത്തെ പൊള്ളൽ കാരണം നിങ്ങൾക്കും കുഞ്ഞിനെ തിരിച്ചറിയാനായില്ല. അയാളുടെ മിഴികളിൽ നിന്നും നീർക്കണികൾ മണൽപ്പരപ്പിലേക്ക് ഇറ്റി വീണു. വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു അവളുടെ ജനനം. കളിയും ചിരിയും കണ്ട് മതിയാകുന്നതിന് മുമ്പേ എൻ്റെ കുഞ്ഞ് അവൾ ഈ ഭൂമിയിൽ നിന്നും പോയത് അറിയാതെ സന്തോഷത്തോടെ ജീവിച്ച 21 വർഷങ്ങൾ. സഹിക്കാൻ കഴിയാത്ത വേദനയിൽ അയാൾ നെഞ്ച് പൊത്തിപ്പിടിച്ചു. എന്തുകൊണ്ടും അയാളുടെ വേദന അരിനന്ദന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തു പറഞ്ഞാണ് അയാളെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ അയാൾ കുഴങ്ങി. തുടരും കഥയുടെ അടുത്ത ഭാഗം.